ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ഇനി പോകുന്നത്. ജപ്പാനിൽ ഭൂചലനം. കാലാവസ്ഥ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് അനുഭവപ്പെട്ടത്. മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുകയാണ്. വിനോദ് ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. വിനോദ്, നമുക്കറിയാം ഈ സുനാമിയുടെ പ്രതിഫലനമൊക്കെ എങ്ങനെയാണ് ലോകത്ത് ഉണ്ടായതെന്ന്. വ്യാപകമായ നാശനഷ്ടങ്ങളൊക്കെ, അതായത് കേരളത്തിലടക്കം അത് ആഞ്ഞു വീശിയതാണ്. ഇത് നിലവിലെ സാഹചര്യം എത്രത്തോളം ആശങ്കാജനകമാണ്? ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ ഏത് രീതിയിലാണ് ജപ്പാൻ ഈ വിഷയത്തെ കാണുന്നത്? മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? ടോം, തീർച്ചയായും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ജപ്പാനിലെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോഴും അവിടെ ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നതാണ്. റിംഗ് ഓഫ് ഫയർ മേഖല, അതിൻ്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം, അങ്ങനെയാണ് ജപ്പാനുള്ള. ജപ്പാൻ നമുക്കറിയാം, ഇതാദ്യമായിട്ടല്ല സുനാമിയോ അല്ലെങ്കിൽ ഈ ഭൂചലനത്തിൻ്റെയോ ഒക്കെ ആഘാതം ജപ്പാൻ നേരിടേണ്ടി വരുന്നത്. പല കുറി ഇത് ആവർത്തിക്കുന്ന ഒരു നാടാണ്. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ ഇടയ്ക്കിടെ അവിടെ സംഭവിക്കുന്നതും. ഏതാണ്ട് 125 ദശലക്ഷം ആളുകൾ ആണ് ഈ ജപ്പാൻ ദ്വീപ സമൂഹത്തിലുള്ളത്. എല്ലാ വർഷവും ഏകദേശം 1500ഓളം ചെറുതും വലുതുമായ ഭൂചലനങ്ങൾ അനുഭവപ്പെടാറുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലോകത്ത് ആകെ നടക്കുന്ന ഭൂചലനങ്ങൾ അതിൻ്റെ 18% സംഭവിക്കുന്നതും ജപ്പാനിലാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ജപ്പാനിലെ നിർമ്മിതികളെല്ലാം തന്നെ ഈ ഭൂചലനത്തെ നേരിടാൻ തക്ക തരത്തിലുള്ള നിർമ്മിതികളാണ് അവിടെ ഉള്ളത്. എങ്കിൽ തന്നെയും ഈ വലിയ തോതിലുള്ള ഇപ്പോഴത്തെ ഈ 7.4 എന്ന തീവ്രതയിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. സമുദ്രത്തിലുണ്ടായ ഭൂചലനമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ തിരമാലകൾ ഉയർന്നു വരാനുള്ള സാധ്യത ഇപ്പോൾ ഒരു ജാഗ്രതാ മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. തീരത്തു നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റിടങ്ങളിലും അവർ സുരക്ഷാ മുൻകരുതലുകൾ, സർക്കാരിൻ്റെ തന്നെ വലിയ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ, പ്രത്യേകിച്ച് സുനാമി അടക്കമുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ, ഭൂചലനം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനെ നേരിടുന്നതിന് തക്കതായ നടപടികൾ അവർക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു രീതി ആ രാജ്യത്തിന് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. പക്ഷേ നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2011 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ അവിടെ മരണപ്പെട്ടത് 18,500 പേരാണ്. അങ്ങനെ ഒരു വലിയ സംഖ്യ മരണം സംഭവിച്ചിട്ടുണ്ട്. ജപ്പാനെ സംബന്ധിച്ച് നേരത്തെയും ഇങ്ങനെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 2011 ഭൂകമ്പത്തിൽ ഇങ്ങനെ 18,500 പേർക്കാണ് അവിടെ ദാരുണാന്ത്യം സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ഫുകുഷിമ ആണവ നിലയത്തിൽ വൻ ദുരന്തമുണ്ടാവുകയും ചെയ്തു. നമുക്കറിയാം, ജപ്പാനെ സംബന്ധിച്ച് അവർ അതിജീവിച്ചു വന്ന ഒരു രാജ്യമാണ്. ജപ്പാനിൽ ഉണ്ടായ സൈനിക നടപടിയൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നീട് ആ രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. പക്ഷേ തുടരെ ഉണ്ടാകുന്ന ഇത്തരം ഭൂചലനങ്ങൾ, സുനാമി പോലുള്ള സംഭവങ്ങൾ, അതെല്ലാം തന്നെ ആ രാജ്യത്തെ കാര്യമായി ബാധിക്കുന്നു. ഇന്ത്യക്കാരും ജപ്പാനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. ആവശ്യമായ മുൻകരുതലുകൾ എടുത്തു തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിനും വലിയ ഞെട്ടിക്കുന്ന അനുഭവമുണ്ട്. നമുക്കറിയാം, സുനാമിയുടെ ബാക്കി പത്രമായി കേരളത്തിൽ ഉണ്ടായ നാശങ്ങൾ, ആൾനാശം, അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, അതെല്ലാം തന്നെ പേടിപ്പിക്കുന്ന ഒരു ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും വിനോദ്, ഇത് ജപ്പാനിലെ ഈ ഭൂചലനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളൊക്കെ നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം ഏത് രീതിയിലാണ് മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത്? ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ? ഈ ഭൂചലനം ഉണ്ടായപ്പോൾ തന്നെ ഇതിൻ്റെ പ്രകമ്പനം കിലോമീറ്ററുകൾ അകലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയുള്ള വലിയ കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടായി. അപ്പോൾ തന്നെ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും
തുടർ ചലനങ്ങൾക്കുള്ള സാധ്യത അത് ഇപ്പോഴും ഒഴിവായിട്ടില്ല. ഈ ഒരു ഭൂചലനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം അത് സുനാമി തന്നെയാണ്. സുനാമി മുന്നറിയിപ്പ് അതുകൊണ്ടാണ് നൽകിയത്. വലിയ തരത്തിൽ തിരമാല ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ള ടൂറിസ്റ്റുകളെയൊക്കെ വിനോദസഞ്ചാരികളെയൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യം, അവിടെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ, അവിടുത്തെ ഫാക്ടറികളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ, തുറമുഖങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക, അതോടൊപ്പം തന്നെ യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ ഈ അപകടമുണ്ടാവാത്ത തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള തീവ്രതയിൽ വളരെ പെട്ടെന്ന് തന്നെയുള്ള നടപടികൾ. കാരണം ജപ്പാനെ സംബന്ധിച്ച് അവർക്കിത് സുപരിചിതമായ ഒരു കാര്യമാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം ഉണ്ടാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ഏകദേശം 1500ഓളം ഭൂചലനങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ചെറുതും വലുതുമായ ഭൂചലനങ്ങളുണ്ട്. ചിലതൊക്കെ വലിയ അപകടകാരികളല്ലാതെ അവശേഷിച്ചു പോകുന്നു. എന്നാൽ ഈ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ്. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിലായാണ് ഈ ജപ്പാൻ ഭൂപ്രദേശം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിരന്തരം ഇങ്ങനെ ഭൂചലനത്തിനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവിടുത്തെ നിർമ്മിതികളെല്ലാം അവർ സൃഷ്ടിച്ചിട്ടുള്ളതും. എങ്കിൽ തന്നെയും വലിയ ഭൂചലനം ഉണ്ടാകുമ്പോൾ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. 2011 അത്തരത്തിലൊരു സാഹചര്യമായിരുന്നു. ഏതാണ്ട് 18,500 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള ഭൂചലനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ട്രെയിനുകളുടെ സഞ്ചാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശത്തുകൂടിയുള്ള വാഹന ഗതാഗതം ഉൾപ്പെടെ ഒഴിവാക്കി പൂർണ്ണമായും അവിടെ എല്ലാം ഒരു വിജനമാക്കിക്കൊണ്ട് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്കാണ് ജപ്പാൻ കടന്നിട്ടുള്ളത്. അത് ആഘാതം കുറയ്ക്കുക എന്നത് തന്നെയാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നത്. വ്യക്തമാണ്. വി വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജപ്പാനെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് അനുഭവപ്പെട്ടത്. അവിടുത്തെ ജനങ്ങളോട്, അതായത് ഈ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ജനങ്ങളോട് വീടുകളിൽ നിന്നും മാറാൻ, വീടുകൾ ഒഴിയാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിനുകളടക്കം തൽക്കാലത്തേക്ക് അതിൻ്റെ സർവീസുകൾ നിർത്തിവെച്ച സാഹചര്യമാണ്. ഭരണകൂടം ആ രീതിയിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മുന്നോട്ട്